എന്താണ് യഥാർത്ഥ പി ആർ എന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ പി ആർ എന്ന് പറയുമ്പോൾ ഇസ് ബേസിക്കലി ഒന്നുമില്ല, പെർസെപ്ഷൻ മാനേജ്മെൻ്റ് ആണ്. അപ്പം പണ്ട് കോവിഡിനൊക്കെ മുമ്പ്, കുറേ നാൾ മുമ്പ് നമ്മൾ കൂടുതലും സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്രിൻ്റ്, വിഷ്വൽ, ഓൺലൈൻ ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോം അതായിരുന്നു, റേഡിയോ, ഇതായിരുന്നു നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും എന്തും ചെയ്യാം, എല്ലാവർക്കും എന്തും ഡൂവബിളാണ് സോഷ്യൽ മീഡിയ വഴി എന്ന് വന്നപ്പോഴത്തേക്കിനും ബേസിക്കലി ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ മീഡിയ വഴി കിട്ടുന്നത് ഏൺഡ് പി ആർ. വാട്ട് എവർ യു ഗെറ്റ് ത്രൂ ഏൺഡ് പി ആർ, ദാറ്റ് ഈസ് റിയൽ പി ആർ. ഡിജിറ്റലി ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു പെയ്ഡ് ഫേസ് ഉണ്ട് അതിനകത്ത്. അത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനകത്ത് കുറച്ചും കൂടെ ഓഫ് ലേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കെട്ടിച്ചമച്ച അല്ലെങ്കിൽ ഓർഗാനിക് അല്ലാത്ത കോണ്ടൻറ്റ്സ് വരുമ്പോഴത്തേക്കിനും നമുക്ക് കാഴ്ചക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഒന്നും സിങ്ക് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരും. അപ്പം ആൾക്കാർ, നമ്മുടെ ഓഡിയൻസിൻ്റെ പതുക്കെ അവിടെ പെർസെപ്ഷൻ ഇത് പി ആർ അല്ലേ എന്ന് പറഞ്ഞു. അത് നല്ല സ്റ്റോറി, നല്ല നരേറ്റീവ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കുള്ള അച്ചീവ്മെൻറ്റ് നമ്മൾ പറയുന്നതിന് ഒരു തെറ്റുമില്ല.